ഹലോ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു മാങ്ങ അച്ചാറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഉലുവ പൊടിച്ചത്, കായം, നമ്മൾ കടുക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തത്, ആവശ്യത്തിന് നല്ലെണ്ണ, വിനാഗിരി, കറിവേപ്പില. മാങ്ങ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെക്കാം. അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി, നന്നായി മൂക്കണം എന്നൊന്നുമില്ല. മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ച കടുക് ഇട്ട് കൊടുക്കണം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. എത്ര മാങ്ങ എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് വിനാഗിരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഒന്ന് ഇളക്കി നമുക്കിതിലേക്ക് മാങ്ങ ഇടുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കണം. നമ്മുടെ സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മുടെ കൂട്ടിലേക്ക് മാങ്ങ ചേർത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പിലേക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി യോജിപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ കായവും ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ കായം നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ കായവും ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഗ്രേവി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.